ഒരു ടൈപ്പ് 3 സ്വിഫ്റ്റ് ആണ്. ഒരുവിധം ബോഡി കിറ്റും ഹെഡ് ലാമ്പും ടൈൽ ലാമ്പും എല്ലാം ചെയ്താണ്. പ്രീമിയം പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്താണ്. ബാറ്റ്മാൻ മിറർ കവർ അലോയ്സും ടയറും കാര്യങ്ങളൊക്കെ ചെയ്തതിനു വേണ്ടിയാണ്. അപ്പൊ ഇതിന് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ആംബിയൻസ് ലൈറ്റ് ആണ്. അപ്പൊ 4 ഡോറിലും നമ്മൾ ആംബിയൻസ് ലൈറ്റിന്റെ ആ ഒരു ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ സെപ്പറേറ്റ് വയറിങ് ചെയ്യുന്നത്. ഇതിൽ നിന്നൊക്കെ ആയിരുന്നു മുമ്പ് കണക്ഷനൊക്കെ ഓരോരുത്തർ എടുത്തു കൊടുത്തായിരുന്നു. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറയാറുണ്ട്. സെപ്പറേറ്റ് നമ്മൾ എപ്പോഴും വയറിങ് ഒക്കെ ആഡ് ചെയ്യുക. ഇതിന്റെ മെയിൻ കമ്പനി വയറിലൊക്കെ എടുത്ത് ചെയ്യാണ്ടിരിക്കുക. ECU എന്നൊക്കെ വരുന്ന കണക്ഷനൊക്കെ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ടച്ച് വരുത്താണ്ട് തന്നെ നമുക്ക് ചെയ്യണം. സെപ്പറേറ്റ് ഫ്യൂസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ ഇതിൽ ചെയ്യണത് നമ്മളെ 4 ഡോർ പേഡിലും വരും. പിന്നെ അതെ ഈ ഒരു ഏരിയയിലാണ് നമ്മളെ ആംബിയൻസ് LED വരുന്നത് കേട്ടോ. അതിന്റെ ഒരു LED പ്രത്യേകത ഉണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള ഒരു LED ആണ്. പിന്നെ നമുക്ക് മോഡ് ചേഞ്ചറും ഉണ്ട്. അത് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്വിച്ചും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫോണിലും ഇത് കൺട്രോൾ ചെയ്യാം, ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ 4 ഡോറിലേക്ക് നമ്മൾ വയറിങ് കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ആ ഒരു റിസൾട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇത് നമ്മളെ ആംബിയൻസ് ലൈറ്റിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നല്ല വൃത്തിയാണ് സ്വിഫ്റ്റിന് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു മോഡയുടെ ഓട്ടോ മോഡ് എന്ന് പറഞ്ഞിട്ട് ഇത് മാനുവലായിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് മാറും കേട്ടോ. ഇനിയിപ്പോ വൈറ്റോ ബ്ലൂവോ റെഡോ നമുക്ക് ഒറ്റ കളറായിട്ട് ഇടാം. ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മോഡ് മാറ്റാനായിട്ടുള്ള ഒരു ബട്ടൺ ഞാൻ കാണിച്ചുതരാം. പിന്നെ ഫോണിലും ഇത് ആപ്ലിക്കേഷൻ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഡോർ പേഡിൽ വരുന്ന ആ ഒരു ആംബിയൻസ് LED കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ ആയിട്ടുണ്ട്. ഡോർ പേഡിൽ വേറെ വൃത്തികേടൊന്നുമില്ല. അതെ നമ്മളെ സെന്റർ പോർഷനിൽ വരുന്ന ഡാഷ്ബോർഡിൽ വരുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഡ്രൈവർ സൈഡാണ്. പിന്നെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചുതരാം. ബാക്ക് സൈഡ് ഈ ഒരു ചെറിയൊരു പോർഷനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഫുഡ് ലൈറ്റും അതേപോലെ തന്നെ ഡാഷ്ബോർഡും 4 ഡോർ പേഡാണ് നമുക്ക് ആംബിയൻസ് LED ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സ്വിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ മോഡ് ചേഞ്ച് ചെയ്ത് കാണിച്ചുതരാം. കണ്ടില്ലേ, എല്ലാ സൈഡും ഒരേപോലെ തന്നെ ചേഞ്ച് ആവുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ നമുക്ക് ആംബിയൻസ് LED കൺട്രോൾ ചെയ്യാം കേട്ടോ. പിന്നെ സിംഗിൾ കളറാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും വൈബായിട്ട് പോകുമ്പോഴൊക്കെയാണ് ആംബിയൻസ് LED ഇതേപോലെ മോഡൊക്കെ ഇടുക. ബാക്കി നമുക്ക് ബ്ലൂ ആയാലും വൈറ്റ് ആയാലും സിംഗിൾ ആയിട്ട് ബ്രൈറ്റ്നസ് ഇത്തിരി കുറച്ചിടുമ്പോഴാണ് രസം ഉണ്ടാവുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു ആംബിയൻസ് LED കഴിഞ്ഞിട്ടുള്ള ഫിറ്റ്മെന്റ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, സ്വിഫ്റ്റിനായിട്ട് വരുന്നതല്ല. അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വർക്കിനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ കൂട്ടുകാരന്മാർക്ക് സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത്രയും തന്നെയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ കാണാം.